അല്ലാഹു റഹ്മാനാൻ, അവൻ റഹീമാൻ, അവൻ ജമീലാൻ ഭംഗിയുള്ളവനാൻ, അവൻ റഊഫാൻ അങ്ങേറ്റം സൗമ്യതയുള്ളവനാൻ, അവൻ അസീസാൻ പ്രതാപവാനാൻ, അവൻ മാലിക്കുൽ മുൽക്ക് സർവ്വ അധികാരത്തിന്റെയും ഉടമസ്ഥനാൻ, അവൻ സലാമാൻ സർവ്വ ന്യൂനതകളിൽ നിന്നും മുക്തനായവനാൻ, അവൻ മുഅ്മിനാൻ അള്ളാഹുവിന്റെ അടിമകൾക്ക് നിർഭയത്വം നൽകുന്നവനാൻ, അവൻ വജൂദാൻ അങ്ങേറ്റം സ്നേഹമുള്ളവനാൻ, അവന്റെ ദാസന്മാർ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാൻ, അവരോട് അങ്ങേറ്റം സ്നേഹമുള്ളവനാൻ, അവൻ ഹയ്യാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാൻ, അവൻ ഖയ്യൂമാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാൻ, അവൻ അലിയാൻ എല്ലാത്തിനും മുകളിലുള്ളവനാൻ, അവൻ അദീമാൻ എല്ലാ മഹത്വത്തിന്റെയും ഉടമസ്ഥനാൻ, അവൻ കബീറാൻ ഏറ്റവും വലിയവനാൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാൻ ഏകനാൻ, അവനെ പോലെ ഒരാളുമില്ല, അവൻ സമദാൻ അവൻ നിരാശ്രയനാൻ, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാൻ, അവൻ ജബ്ബാറാൻ ഒരാൾക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല, അവൻ സർവ്വതിനും മുകളിൽ അതീശത്വമുള്ളവനാൻ. അള്ളാഹുവിന്റെ ചില നാമങ്ങളാണ്. അവൻ റബ്ബാൻ സർവ്വതിന്റെയും സൃഷ്ടാവാണ്, രക്ഷാധികാരിയാൻ, അവൻ വലിയാൻ നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുന്നവനാൻ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവനാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഫീഖാൻ അങ്ങേറ്റം സൗമ്യതയുള്ളവനാൻ, ഉടനടി ശിക്ഷിക്കാത്തവനാൻ, അവൻ അലീമാൻ സർവ്വതും അറിയുന്നവനാൻ, അവൻ സമീഅൻ നിന്റെ സർവ്വ പ്രാർത്ഥനകളും കേൾക്കുന്നവനാൻ, അവൻ ബസീറാൻ നിന്റെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാൻ, അവൻ ദുൽ അർശിൽ കരീം മഹോന്നതമായ അർശിന്റെ ഉടമസ്ഥനാൻ. നിങ്ങൾ അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് ഇതൊക്കെ, അല്ലാഹുവിന്റെ നമ്മുടെ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങൾ ഉള്ളവൻ എന്തുകൊണ്ടും സ്തുതിക്കപ്പെടാൻ അർഹനാണ്. നിനക്ക് അല്ലാഹു ഒരു നിഅമത്തും ചെയ്തിട്ടില്ലെങ്കിലും അവൻ സ്തുതിക്കപ്പെടാൻ അർഹനാണ്. കാരണം ഈ കാണുന്ന വിശേഷണങ്ങളുടെ ഉടമസ്ഥനാണ് അവൻ. അവൻ എല്ലാ നിലക്കും സർവ്വ നന്മകളുടെയും ഉടമസ്ഥനാണ്.